കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ നിമിഷം നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, ഈ ലൈവിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് വചനദീപ്തിയിലേക്ക് അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോഹർ VK നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്തദാസൻ തന്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്തദാസിനെ ക്ഷണിക്കും മുൻപായിട്ട് ഒരു വാക്കിൽ കർത്താവിന്റെ ദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഈ നല്ല സമയം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കാൻ സഹായിക്കണമേ. ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവെ, സാക്ഷ്യം അനേക ഹൃദയങ്ങൾക്ക് ഹൃദയസ്പർശകമാകുവാൻ, അനേകരെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, അനേകർക്ക് ഇതൊരു ആശ്വാസമായി മാറുവാൻ കർത്താവ് ഇടയാക്കും. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ പറഞ്ഞതിന് ശേഷം, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസന്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ, എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്, ആമേൻ, നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കർത്തദാസിനെ പങ്കിടുവാൻ സമയമുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിൽ മാത്രമേ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്യത്തുള്ളൂ. ഇല്ല എങ്കിൽ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങൾ തുടരാം. കർത്താവിന്റെ ദാസനെ അതിനായി ക്ഷണിക്കുന്നു. വ്യക്തിത്വമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനദീപ്തി സാക്ഷി കൂടാറുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് രാത്രി നിങ്ങളോട് ചേർന്ന് കർത്താവിനെ മുഖത്തപ്പെടുത്തുവാനും എളിയ സാക്ഷ്യം പ്രസ്താവിപ്പാനും ദൈവം നൽകിയ അവസരത്തിനായിട്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇത് ലീഡ് ചെയ്യുന്ന പ്രിയ ഈന തോമസ് ആൻറ്റി, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ പേര് മനോഹർ VK. ഞാൻ അസംബ്ലീസ് ബോർഡ് ഒരു പാസ്റ്ററാണ്. കോതമംഗലം സെക്ഷനില് പുലിമല എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്നത് മുത്തമ്പി എന്ന സ്ഥലത്താണ്. അവിടെ നിന്നാണ് ഇത് ലൈവ് ഇട്ടിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അനേകരുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഓരോരുത്തർക്കും സാക്ഷ്യം ഉളവായിട്ടുണ്ട്, എനിക്കറിയാം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും. ഞങ്ങൾ ഏകദേശം 150ഓളം പേര് അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. വേലമ്പാക്കിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കുടുംബം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പരിസരത്ത് തന്നെ 25 വീട്ടുകാർ തന്നെയുണ്ട്. ഞങ്ങളുടെ മൊത്തത്തിൽ ഞാൻ വിശ്വാസം വരുന്ന സമയത്ത് ഏകദേശം 150 ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ചേട്ടനിയന്മാർ, സ്വന്തക്കാർ, ചാച്ചക്കാരൊക്കെ ആയിട്ട്. അപ്പൊ അതിൽ ഏകനായിട്ടാണ് ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നത്. പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ PLS ജനറൽ ഫിനാൻസിൽ സബ് ഓർഗനൈസറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു സുവിശേഷ പ്രവർത്തനം, IPC സഭയുടെ ഒരു പ്രവർത്തനം, അടൂരുള്ള ജോയി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ എന്നുള്ള പ്രവർത്തനം ആരംഭിച്ചു. വീട്ടിലിവിടെ ബൈബിൾ ക്ലാസ് തുടങ്ങി. അപ്പൊ ഞങ്ങൾ എൻ്റെ പ്രായത്തുള്ള ഏകദേശം 15ഓളം ചെറുപ്പക്കാർ, എനിക്കന്ന് ഏകദേശം 20 വയസ്സിന് മുകളിൽ സമയമുള്ള സമയത്താണ്, ഞങ്ങൾ ഏകദേശം ഒരു 15ഓളം ചെറുപ്പക്കാരാണ് സുവിശേഷം കേൾക്കാൻ വേണ്ടി കടന്നുപോയത്. ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്ത്യാനികളിലെ രീതി സ്വഭാവം അനുസരിച്ച് ഒരു കാരണവശാലും ഞാൻ ക്രിസ്ത്യാനിത്വത്തേക്ക് പോകാൻ താല്പര്യപ്പെട്ട വ്യക്തിയായിരുന്നില്ല. കാരണം ഞങ്ങള് തൊട്ടടുത്ത വീടൊക്കെ എന്ന് പറഞ്ഞാൽ കത്തലിക്സിന്റെ വീടൊക്കെ ആയിരുന്നു. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വഴി പോലും ഉണ്ടായിരുന്നില്ല, ഇടത്തൊണ്ടി കൂടെയായിരുന്നു. അപ്പൊ അതിലേക്ക് സഞ്ചരിക്കാൻ പോലും ഈ ആൾക്കാരെ സമ്മതിക്കത്തില്ലായിരുന്നു. അതിന് പ്രത്യേക തരത്തിലുള്ള ആൾക്കാരാണ്. എൻ്റെ സ്നേഹിതന്മാര് കത്തോലിക്കയിലുള്ളവരുണ്ടായിരുന്നു, യാക്കോബയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ സമപ്രായക്കാരാണ്. 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ PG വരെ പഠിച്ച എല്ലാവരും സമപ്രായക്കാരായ ആൾക്കാരാണ്.
പക്ഷെ ഇവരാരും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് 30 കോടി ദേവീദേവന്മാരും 10 അവതാരങ്ങളുള്ളതാണ്. ഞങ്ങൾക്ക് കുടുംബ ക്ഷേത്രമുണ്ട്. എൻ്റെ വലിയച്ഛൻ വലിയൊരു മന്ത്രവാദിയായിരുന്നു. അപ്പൊ മന്ത്രവാദത്തിന്റെ പൈശാചിക ശക്തിയിൽ പുള്ളി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലാരും മന്ത്രവാദത്തൊന്നും പോയിട്ടില്ല എങ്കിൽ പോലും ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം അങ്ങനെയുള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ വലിയ പാരമ്പര്യ ഭക്തരൊന്നും പറയാൻ പറ്റത്തില്ല. അമ്പലത്തിലൊക്കെ പോകുക എന്ന് പറഞ്ഞ ഉത്സവത്തിന്റെ സമയത്താണ്. പിന്നെ ശബരിമല സീസണൊക്കെ ആയിരിക്കും പോകുന്നത്. അതും പ്രത്യേകിച്ച് അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല. പിന്നെ പിറന്നാളൊക്കെ പോയി പ്രാർത്ഥിക്കും. ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സമയത്ത് ഈ പാസ്റ്റർ ഇവിടെ വന്ന് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സ്നേഹിതന്മാരായ കത്തോലിക്കയിലും യാക്കോബായിലുള്ള സുഹൃത്തുക്കളുടെ പ്രേരണയാൽ ഞാൻ അവിടെ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഈ പാസ്റ്ററിനോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്ററെ, ഹൈന്ദവ വിശ്വാസപ്രകാരം 33 കോടി ദേവദേവന്മാരുടെ 10 അവതാരങ്ങളുണ്ട്. ഇനി അതിനിടയ്ക്ക് ഇനി യേശു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം സുവിശേഷം പറയുക മാത്രമല്ല, അന്ന് ആ സമയങ്ങളിൽ ഈ പ്രവചന പുസ്തകങ്ങളിൽ നിന്നുള്ള ചരിത്ര പശ്ചാത്തലത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഞാൻ ആകർഷിക്കപ്പെട്ടു. അങ്ങനെ ഓരോ ആഴ്ചയും ക്ലാസ്സിനൊക്കെ പോയി. എൻ്റെ യാക്കോബായിൽ ഉണ്ടായിരുന്ന എന്നോടൊപ്പം പഠിച്ച ഞങ്ങൾ ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സും അതുപോലെ ഒരുമിച്ച് ജോലി ചെയ്തവരായിരുന്നു കുര്യാക്കോസ്. അവൻ എനിക്കൊരു ബൈബിൾ തന്നു. അങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചപ്പോൾ അതിൽ കുറെ സത്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ പിന്നെ കണ്ടിന്യൂസ് മീറ്റിങ്ങുകളൊക്കെ സംബന്ധിച്ചു. ഞങ്ങൾ പിന്നീട് ഒരു 10-15 പേർ ഒരുമിച്ച് ഈ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാൻ പോയി. അങ്ങനെ വിശ്വാസത്തോട് അടുത്ത് വന്നപ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരായിട്ടെല്ലാം മാറിപ്പോയി. പിന്നെ കുറെ കഴിഞ്ഞ ശേഷം ഞാൻ മാത്രമാണ് വിശ്വാസത്തിൽ കടന്നു വന്നത്. 15 ചെറുപ്പക്കാരിൽ ഞാൻ മാത്രമാണ് പിന്നെ യേശുവിനെ രക്ഷിതാവും കർത്താവ് സ്വീകരിക്കാനും ദൈവകൽപ്പന അനുസരിക്കുവാനും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായിത്തീർന്നു. ആ സമയത്ത് IPC സഭയിൽ നടന്ന ഉപവാസ പ്രാർത്ഥന ഞാൻ പോയി സംബന്ധിച്ചപ്പോൾ ദൈവത്തിന്റെ അമാവിൽ ഒരു ദിവദാസി കൂടി ദൈവനോട് ദൂതറിയിച്ചു, നിന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല. ലോകത്തിന്റെ മുഖങ്ങളിൽ പെട്ട് ജോലിയും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോയി. എന്നാൽ പിന്നീടുണ്ടായ വലിയ പ്രതിസന്ധികൾ ദൈവസ്ഥലിലേക്ക് കടന്നു വരുവാൻ എനിക്ക് പ്രേരണയായി. അങ്ങനെ ദൈവസ്ഥലിൽ കടന്നു വന്നു. ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം പിന്മാറിപ്പോയി. ഒരാള് സന്യാസിയായിട്ട് അച്ഛനായിട്ട് പോയി. മറ്റു പലരും പല രീതിയിലൊക്കെ മാറിപ്പോയി. ദൈവത്തിന്റെ കൃപയാൽ യേശുവിനെ രക്ഷിതാവും കർത്താവ് സ്വീകരിക്കാനും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവകൃപ അനുഭവിപ്പാനും എൻ്റെ 23-ാമത്തെ വയസ്സിൽ ദൈവം എനിക്ക് അവസരം നൽകി. കർത്താവിന്റെ വിളി ബോധ്യം വന്നപ്പോൾ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ വേണ്ടി കടന്നുപോയി. അങ്ങനെ ദൈവത്തിന്റെ വചനം പഠിച്ചു. ആ സമയങ്ങളൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസി വരുന്ന മുമ്പ് പല രോഗങ്ങൾ കൂടി എല്ലാം കടന്നുപോയ അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. തലവേദന എന്ന് പറയുന്ന ഒരു വലിയ വ്യാധിയിൽ ഞാൻ വളരെ പ്രയാസപ്പെട്ടു. ആൾക്കാരെ കൊടിഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ അതിൽ മാറാൻ വേണ്ടി ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തു. ചോറ്റാനിക്കരയിൽ പോയുള്ള ഒരു ചികിത്സാലയത്തിൽ പോയി ഒത്തിരി ചികിത്സകൾ ചെയ്തു. പല അമ്പലങ്ങളിലും പല പള്ളികളിൽ പോയി. ഹിന്ദുവായിരിക്കുമ്പോൾ തന്നെ മലയെക്കുറിശ് പള്ളിയിൽ മലയാറ്റൂർ മലയിലൊക്കെ കയറി വഴിപാടൊക്കെ കഴിച്ചു. പക്ഷെ അതിനൊന്നും സൗഖ്യം കിട്ടിയില്ല. എന്നാൽ യേശുവിനെ കർത്താവ് സ്വീകരിച്ചു. ദൈവകൽപ്പന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് ആ തലവേദനയിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകി. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ദൈവം പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ മറുപടി നൽകി. കർത്താവിന്റെ വചനം പഠിക്കുവാൻ ദൈവം അവസരം നൽകി. കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ടായപ്പോൾ ദൈവത്തിന്റെ വചനം പഠിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം അവസരം നൽകി. ഞങ്ങളൊരു ടീമായിട്ട് പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തനത്തിന് വേണ്ടി കടന്നുപോയി. അപ്പോൾ ഞാൻ മാത്രമേ ഇതിൽ വിശ്വാസി കടന്നു വന്നുള്ളൂ. എൻ്റെ കുടുംബത്തിലുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ പ്രാർത്ഥിക്കുകയും ആ സമയത്തുള്ള ടീം പ്രവർത്തനങ്ങളിൽ അവിടെ എല്ലാ ഭവനങ്ങളിലെല്ലാം കടന്നുപോയി സുവിശേഷം അറിയിക്കുകയും പരസ്യങ്ങൾ, സിനിമാ പ്രദർശനങ്ങൾ നടത്തി വലിയ പ്രവർത്തനങ്ങൾ ആ സമയങ്ങളിൽ ഞങ്ങൾ ചെയ്യുവാൻ ദൈവം അവസരം നൽകി.
അങ്ങനെ 1992 ഞാൻ രക്ഷയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ദൈവത്തിന് വചനം പഠിച്ചു. 95 കുടുംബമായിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങി. വിവാഹം കഴിക്കേണ്ട ആവശ്യമായപ്പോൾ ദിവസത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവെ, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള, ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു പെൺകുട്ടി ആയിരിക്കണം എൻ്റെ വൈഫെന്ന് ആഗ്രഹിച്ച് ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടായിരുന്നു. എൻ്റെ വൈഫെന്ന് പഞ്ചാബിൽ PG ബുർസിന്റെ ടീമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയിൽ, ഉപവാസ പ്രാർത്ഥന ഞാൻ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഒറ്റവണ്ണമുള്ള ഒരു ആലോചനയായിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ, വിശ്വാസത്തിൽ കടന്നു എൻ്റെ മറ്റൊരു സ്നേഹിതൻ മുഖാന്തരം വൈഫിന്റെ ആലോചന കടന്നു വരികയും അങ്ങനെ ഞങ്ങൾ 1995 വിവാഹം കഴിച്ചു. അതിനുശേഷം 96 ഞങ്ങൾ വൈപ്പിൻ പ്രദേശത്ത് പ്രവർത്തനത്തിന് വേണ്ടി കടന്നു പോകാൻ ശരിയാക്കി. ഇന്നത്തെ വൈപ്പിനല്ല, അന്നത്തെ വൈപ്പിന് അന്ന് ബോട്ടൊക്കെ കയറി കടന്നു പോകണം. ഒരു തുരുത്താണ്, 28 കിലോമീറ്റർ വിസ്തീർണമുള്ള, കായലിലും കടലിലും ഇടയ്ക്കുള്ള ഒരു ദ്വീപാണ്. അവിടെ കടന്നുപോയി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം അവസരം നൽകി. അവിടെയുള്ള ഒത്തിരി ദ്വീപുകൾ കടന്നുപോയി ഞങ്ങൾക്ക് ബോട്ട് ടീമിൽ കടന്നുപോയി പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപയിൽ ഞങ്ങളവിടെ പ്രവർത്തിച്ചു. ഏകദേശം 1.5-2 വർഷക്കാലം അവിടെ പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. അവിടെ വെച്ചാണ് ഞങ്ങളെ മൂത്ത മകൻ നഥാനിയേൽ ഉണ്ടാകുന്നത്. ഞങ്ങൾ രണ്ടുപേരും അന്ന് വളരെ ക്ഷീണിതരായിരുന്നു. അപ്പോൾ വൈഫിന്റെ അമ്മ പറയായിരുന്നു, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ വളരെ കുഞ്ഞു കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ പ്രയാസമായി. ഞങ്ങളങ്ങോട്ട് ഓരോ ദിവസവും ദൈവത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളെക്കാൾ നല്ല ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ ദിവസത്തിൽ പ്രാർത്ഥിച്ചു. ദൈവം അപ്രകാരം നല്ല ഒരു മകനെ തരുവാൻ ദൈവം അവസരം നൽകി. അവിടുത്തെ പിന്നീട് കാലാവസ്ഥയുടെ വലിയ പ്രയാസം കടന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കടന്നു വന്ന് രാമമംഗലം പഞ്ചായത്തില് മാമലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഒരു ഇരുണ്ട പ്രദേശം, ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമായിരുന്നു. സുവിശേഷം എത്തിച്ചേരാത്ത ഒരു അവികസിത മേഖലയായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു 17 വർഷക്കാലം പഴക്കമുള്ള ഒരു ബ്രദറൻ ചർച്ചാണ്, ഒരു സാക്ഷ്യമൊന്നും ഇല്ലാത്തൊരു പ്രവർത്തനമായിരുന്നു. ഞങ്ങളിവിടെ കടന്നുപോയി ഒരു വീട് കിട്ടാനൊക്കെ വലിയ പ്രയാസമായിരുന്നു. എന്നാൽ ദൈവത്തിൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ കൽപ്പിച്ച് ഞങ്ങൾക്കൊരു വാടക ഭവനം ദൈവം ലഭ്യമാക്കി. 3.5 ഏക്കർ റബ്ബർ തോട്ടത്തിനകത്തുള്ള ഒരു പഴയ ഫാർഗബി നിലയം പോലുള്ള ഒരു വീടായിരുന്നു. ഒത്തിരി മുറികളും ഒത്തിരി വാതിലിന്റെ ജനലൊക്കെ ഉള്ള ഒരു വീട്, കരണ്ടൊന്നും ഇല്ലാത്തൊരു വീടായിരുന്നു. അത് ദേറാപ്പട്ടം കിട്ടിയ ഒരു അച്ഛൻ ദുർമരണം മരിച്ച ഒരു വീടായിരുന്നു, ആരും താമസിക്കാത്ത വീടായിരുന്നു. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ അവകാശം പറഞ്ഞ വീട് ഞങ്ങൾ അവകാശമാക്കി. ആ വീട്ടിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഞാനും വൈഫും കുട്ടിയും കൂടെ ഇരുന്ന് ഞായറാഴ്ച ആരാധിക്കുമായിരുന്നു. ആ വീട് തരാൻ കാരണമായി തീരുന്ന റബ്ബർ തോട്ടത്തിന്റെ 3.5 ഏക്കർ റബ്ബർ തോട്ടത്തിന്റെ റബ്ബർ വെട്ടുകാരനായിരുന്ന രാജു എന്ന് പറഞ്ഞ, കുഴിക്കാട്ട് രാജു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ അവര് 2 ആൺമക്കളുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രേരണയാൽ ഭാര്യയും ആദ്യം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നു. പിന്നീട് 2 മക്കൾ കടന്നു വന്നു. ഞങ്ങൾ ആദ്യം 7 ദിവസം ഉപവാസമായിരുന്നു പ്രാർത്ഥിച്ചു. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 4 പേര് സ്നാനപ്പെട്ടു. അടുത്ത മാസം പിന്നെ ഞങ്ങൾ 7 ദിവസം ഉപവാസം പ്രാർത്ഥിച്ചു. അങ്ങനെ 3 പേര് സ്നാനപ്പെട്ടു. അങ്ങനെ ഓരോ മാസം ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. അങ്ങനെ അവിടെ ഞങ്ങൾ ഏകദേശം 5 വർഷം പ്രവർത്തിച്ചു. 5 വർഷത്തെ പ്രവർത്തനം ഏകദേശം 27 പേര് രക്ഷയിലേക്ക് കടന്നു വരുവാൻ അവസരം ഒരുക്കി. ഞങ്ങളുടെ ആ മീറ്റിങ്ങിൽ, ആ ആരാധന സ്ഥലത്ത് ആദ്യമായിട്ട് ആര് കടന്നുകൊണ്ടോ അവരെല്ലാം രക്ഷിക്കപ്പെടുവാൻ, അവിടെ വെച്ച് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ കർത്താവിനെ കണ്ടെത്തുന്നിടയായി തീർന്നു. അവരൊക്കെ ഇന്ന് പല രാജ്യങ്ങളിലാണ്. അമേരിക്കയിലുള്ളവരുണ്ട്, കാനഡയിലുള്ളവരുണ്ട്, ഓസ്ട്രേലിയയിലുള്ളവരുണ്ട്, ഗൾഫ് നാടുകളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. 5 പേരെ ഞങ്ങൾ അവിടെ വെച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ വേണ്ടി അയച്ചു. അത് ബിലീവേഴ്സ് സിറ്റിയുടെ ഒരു പ്രവർത്തനമായിരുന്നു. KP യോഹന്നാൻ മെത്രാപ്പോലീത്തയുടെ ബിലീവേഴ്സ് പ്രവർത്തനം. അന്ന് മെത്രാപ്പോലീത്ത ആയിരുന്നില്ല, ആത്മീയ യാത്ര ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് വലിയ പ്രവർത്തനം, വലിയ വിശാലത ഉണ്ടായിരുന്നു, നല്ലൊരു സഹകരണം, നല്ലൊരു ടീമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായ പ്രവർത്തനമായിരുന്നു. ഞങ്ങളുടെ പാസ്റ്റേഴ്സ് എല്ലാം സമശിക്ഷാവിധിയിൽ സൃഷ്ടികളെ പോലെ ആയതുകൊണ്ട് എല്ലാവരും വലിയ സ്നേഹത്തിനും സഹകരണത്തിനും ഉത്തരവിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അങ്ങനെ ബിലീവേഴ്സിൽ ഏകദേശം 13 വർഷക്കാലം പ്രവർത്തിച്ച് 2 സഭകൾ സ്ഥാപിക്കുവാൻ അവസരം നൽകി. ഞങ്ങൾ 5 വർഷം മാമലശ്ശേരിയിൽ പ്രവർത്തിച്ചു. അവിടെ ഞങ്ങൾ പിന്നീട് തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നുപോയി. തലക്കോട് 3 വർഷം പ്രവർത്തനം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ പുതുവൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും വൈപ്പിൻ ദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ചു.
ഞങ്ങൾ ഇന്ന് ഓരോ സഭയിലും അനേകർ രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം നൽകി. അതിനുശേഷം ഞങ്ങൾ 2008 കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. പുത്തൂർ സഭയിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി. അതിന് പുത്തൂര് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. പുത്തൂരിൽ ഏകദേശം ഒരു സഭയിലെ 10 വർഷം ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം നൽകി. ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ദൈവം അവസരം നൽകി. പുത്തൂരിരിക്കുമ്പോഴാണ് ഞങ്ങൾ സഭയായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് ചേരുന്നത്. അങ്ങനെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തനത്തിൽ 2009 മുതൽ ഈ 25 വരെ ആയിരിക്കുന്നു. പുത്തൂർ ഞങ്ങൾ ഏകദേശം 10 വർഷം പ്രവർത്തിച്ചു കൊടുക്കുന്നത് 2018 കോതമംഗലം സെക്ഷനിലുള്ള പുലിമല എന്ന സ്ഥലത്ത് പ്രവർത്തനത്തിന് വേണ്ടി കടന്നു വന്നു. ഇപ്പോൾ ഇവിടെ ആയ സഭയിൽ 7 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന 7ാമത്തെ വർഷത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഇത്രയും കാല ശുശ്രൂഷയിൽ അനേക ആത്മാക്കളെ രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം നൽകി. അനേകരെ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ അയച്ചു. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. ശുശ്രൂഷയിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അവസരം നൽകി. വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചിടത്തെല്ലാം ദൈവം ഞങ്ങൾക്ക് വലിയ മറുപടി നൽകിയിട്ടുണ്ട്. മാമൽശ്ശേരി പ്രവർത്തിക്കുമ്പോഴാണ് ഞങ്ങൾ സ്ഥലം വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. അന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ഥലം വാങ്ങാൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ വിശ്വാസത്താൽ ഞങ്ങൾ 7 സെന്റ് സ്ഥലത്തിൽ 7 ദിവസം ഉപവാസമിരുന്ന് പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ 2 രൂപ അഡ്വാൻസ് കൊടുത്ത് എന്ന് പറഞ്ഞ പോലെ ആ മണ്ണിൽ കുഴിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവകാശം പറഞ്ഞു പോന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ 1,53,000 രൂപ കൊടുത്ത സ്ഥലം വാങ്ങുവാൻ ദൈവം അവസരം നൽകി. അങ്ങനെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതങ്ങളിലെ തന്നെതാണ്. കാരണം നമ്മൾക്ക് കാര്യമായിട്ട് സഹായിക്കാനോ അല്ലെങ്കിൽ മറ്റങ്ങനെ ആൾക്കാരും ഇല്ലാതിരുന്നതുകൊണ്ട് വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്ന ജീവിതമായി. ഏത് ചെറിയ ആവശ്യത്തിനും ഏത് വലിയ ആവശ്യത്തിനും ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. വിശ്വാസത്തിൽ കടന്നു വന്ന ആൾക്കാർക്ക് വേണ്ടി ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന കുര്യാക്കോസ് പറഞ്ഞ മേക്കാട്ട് കുര്യാക്കോസ്, അവരാണ് എനിക്ക് ആദ്യമായിട്ടൊരു ബൈബിൾ തന്ന് അങ്ങനെ ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കാൻ പഠിക്കാനും അവസരം നൽകിയ അദ്ദേഹമാണ്. അദ്ദേഹം പിന്നീട് വിശ്വാസത്തെ മാറിപ്പോയി. പിന്നെ ഒരു അച്ഛനാവാൻ വേണ്ടി പോയി. അങ്ങനെ അച്ഛനായിപ്പോൾ ദേറാപ്പട്ടം കിട്ടി. ദേറ അച്ഛനാണ്. കാനഡയിൽ പ്രവർത്തിക്കുകയാണ്. ഞങ്ങളിപ്പോഴും നല്ല സ്നേഹത്തിലാണ്. എൻ്റെ തൊട്ട അയൽപക്കം മറ്റൊരു കുര്യാക്കോസ് അച്ഛനുണ്ട്. അദ്ദേഹം കത്തോലിക്ക സഭയിലെ അച്ഛനാണ്. അപ്പൊ ദൈവകൃപയാൽ ദൈവം എന്നെ ഒരു പാസ്റ്ററാക്കി മാറ്റുവാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ വളരെ പ്രാർത്ഥിക്കുക ദേശമൊക്കെ പ്രവർത്തിച്ചു. എന്നാൽ സഹോദരങ്ങളൊന്നും ഇതുവരെ വിശ്വാസത്തിൽ കടന്നുന്നില്ല എന്നുള്ളൊരു വലിയ പ്രയാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം വിടുവിക്കപ്പെടണം എന്നുള്ളതാണ്. അതുവരെ സാഹചര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ കടന്നുപോയി പ്രവർത്തിച്ച സ്ഥലങ്ങളെല്ലാം അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം നൽകി. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇന്നും ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. പല സ്ഥലങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കുമ്പോൾ പല പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ അതിനെല്ലാം പ്രാർത്ഥനയാൽ തരണം ചെയ്യുവാൻ ദൈവം അവസരം നൽകി. നല്ലതായ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ തിന്മയായ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സുവിശേഷം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇന്നുകളെ വീഴുപോകാതെ താണുപോകാതെ ദൈവകൃപയാൽ നിൽക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. മാമൽശ്ശേരിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ പിതാവും മാതാവും രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കി. അവരെ സ്നാനപ്പെട്ട കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു വന്നു. എനിക്ക് തൊട്ട് താഴെ 2 സഹോദരന്മാരാണ് ഉള്ളത്. അവർ ഇതുവരെ കടന്നു വന്നിട്ടില്ല. അതുപോലെ നിങ്ങളുടെ സഹോദര കുടുംബങ്ങൾ തന്നെ ഏകദേശം 25 കുടുംബങ്ങൾ നിങ്ങളുടെ പരിസരത്ത് തന്നെ താമസിക്കുന്നുണ്ട്.
അവരാരും ഇതുവരെയും ഈ സത്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ്. ഞങ്ങളിവിടെ നിന്ന് മാറി പല സ്ഥലങ്ങളിൽ കടന്നു പോകേണ്ട സുവിശേഷം ഉണ്ടായിട്ട് പിന്നീട് ആ സ്ഥലങ്ങളിൽ കാര്യമായ ഒരു പ്രവർത്തനങ്ങളൊന്നും അന്ന് നടക്കുന്നില്ല, ഇന്ന് നടക്കുന്നില്ല. അതുകൊണ്ടുള്ള അപര്യാപ്തം ഉണ്ടായ ചിലപ്പോൾ പൈശാചികത്തോടുള്ള പോരാട്ടങ്ങൾ, അതിനെ ജയിക്കുവാൻ പലർക്കും കഴിവില്ലാതെ പോയത് കൊണ്ടൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസി കടന്നു വരുമ്പോൾ അതിൻ്റെതായ വലിയ പോരാട്ടങ്ങൾ അനുഭവിക്കേണ്ട സുവിശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ പിതാവ് ഒരു ദുർമാർഗ ജീവിതങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ മാർഗത്തിലേക്കൊക്കെ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത്. 21 വയസ്സുള്ള അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ മാതാവ് പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്ന ഒരു സുവിശേഷത്തിലേക്ക് പല അറ്റംപ്റ്റ്സ്, പല ശ്രമങ്ങളുണ്ടായി. അതൊക്കെ വലിയ പ്രയാസകരമായ അനുഭവങ്ങളാണ്. അതിനൊന്നും ഒരു മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവങ്ങളിൽ നിന്ന് ഒരു മറുപടി ലഭ്യമാക്കുവാൻ ഇടയായില്ല. എന്നാൽ ദൈവത്തിൽ കടന്നപ്പോഴാണ് പിതാവിൻ്റെ പാപസ്വഭാവങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കെല്ലാം മാറ്റം വരുവാനായി തീർന്നത്. മാതാവിനെയും പിതാവിനെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ സഹോദരങ്ങളൊക്കെ ഇതുവരെയും വിശ്വാസം കടന്നു വരാത്തതുകൊണ്ടുള്ള ഒരു വിഷമതം മാതാവിനും ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിയതാണ്. പ്രത്യേകിച്ച് ഒരു വലിയ പൈശാചിക ശക്തിയുടെ വലിയ പോരാട്ടങ്ങൾ കൂടി ഞാൻ ആദ്യ കാലഘട്ടത്തിൽ കടന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, വല്യച്ഛൻ എന്ന് പറയുന്ന ഒരു വലിയ മന്ത്രവാദിയായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രം രക്ഷയിലേക്ക് കടന്നപ്പോൾ ഈ പൈശാചിക ശക്തികളെല്ലാം എന്നെ വളരെ ശക്തമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. പിശാചുമായിട്ട് നേർക്ക് നിന്ന് പോരാടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവം പ്രാർത്ഥനയിൽ കൂടി ഒറ്റ വാക്കിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതമായതെന്നെല്ലാം വിടുതൽ നൽകിയിട്ടുണ്ട്. അത് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര വലിയ പോരാട്ടം കൂടി ഞാൻ ആ സമയങ്ങളൊക്കെ കടന്നുപോയി. എന്നാൽ അതിനെല്ലാം ദൈവം വലിയ വിടുതൽ നൽകി ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം അവസരം നൽകി. ദൈവത്തിന്റെ വലിയ കൃപയാൽ എൻ്റെ വൈഫിന്റെ കുടുംബം ഒരു കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടുള്ള വിശ്വാസത്തിൽ കടന്നു ദൈവം അവസരം നൽകിയത്. ഞാനും പ്രാർത്ഥിച്ച പോലെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെയാണ് എനിക്ക് വിവാഹത്തിനായിട്ട് ലഭ്യമായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ അനുഗ്രഹമായി മുൻപോട്ട് പോകാൻ ദൈവം ഇതുവരെയും ഭാഗ്യം നൽകി. ഒരുമിച്ചുള്ള പ്രാർത്ഥനയും കൂട്ടായ്മയും എവിടെയൊക്കെ പ്രവർത്തിച്ച അവിടെ എല്ലാം ആത്മാക്കളുടെ വലിയ കൊയ്ത്ത് ഞങ്ങൾക്ക് കാണുവാൻ ദൈവവസ്ഥ. ഞങ്ങൾ എല്ലാ സഭയിലും പുതുതായിട്ട് ചിലരെങ്കിലും വിശ്വാസത്തിൽ കടന്നു വരുവാൻ ദൈവം അവസരം നൽകി. മാമൽശ്ശേരി ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങുവാൻ ദൈവം അവസരം നൽകി. അതിനുശേഷം തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തനത്തിന് വേണ്ടി കടന്നുപോയി. അവിടെ ഏകദേശം 3 വർഷം പ്രവർത്തിച്ചു. അവിടെയും ചിലരൊക്കെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരം നൽകി. ഞങ്ങൾ താമസിച്ച ഒരു വാടക വീട് ഇല്ലാത്ത ഒരു സുവിശേഷം വലിയ പ്രശ്നത്തിൽ കൂടി കടന്നുപോയ ഒരു സഭയായിരുന്നു ആ സഭ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ട്രാൻസ്ഫർ എടുക്കുമ്പോൾ അവിടെ പാസ്റ്റർക്ക് താമസിക്കാൻ വീട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിന് ഒരു ദിവസം പറഞ്ഞു, പാസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ വീടുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ വീടില്ലാത്ത സ്ഥാനത്ത് ദൈവം ഒരു പഴയ വീട് ഞങ്ങൾക്ക് താമസത്തിന് വേണ്ടി തന്നു. ആ വീട്ടിൽ 8 മാസത്തെ കാലാവധിയിലാണ് ഞങ്ങളിവിടെ താമസിക്കാനിടയിൽ ചേർന്നത്. എന്നാൽ 8 മാസം കഴിഞ്ഞപ്പോൾ ദൈവം ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വീടിന് പകരം ദൈവം 2 വീട് പണിത് തന്നു. അവിടെ ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുകയും ഒരു വീട്ടിൽ ആരാധന നടത്തുകയും ചെയ്തു. വളരെ അനുഗ്രഹപ്പെട്ടിൽ ആ ദേശത്ത് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. ഒത്തിരി അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച അനുഭവങ്ങളായിരുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളായിരുന്ന ബിലീവേഴ്സിലെ ചില പ്രതിസന്ധികൾ, ബിഷപ്പാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എങ്കിൽ ആ പ്രതിസന്ധി അതിജീവിക്കുവാൻ ദൈവം അവസരം നൽകി. അവിടുത്തെ 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എറണാകുളത്ത് വീണ്ടും പുതുവൈപ്പിന് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. അവിടെയും വലിയ പ്രതിസന്ധി കൂടി കടന്നുപോയൊരു സഭയായിരുന്നു. എന്നാൽ ഞാനിവിടെ കടന്നു ചെന്ന് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുക, കൃപ ചെയ്യുക മാത്രമല്ല, പുതിയ ചില കുടുംബങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കൂടി ദൈവം അവസരം നൽകി. അനുഗ്രഹപ്പെട്ട 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇനി എങ്ങോട്ട് എന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് ദൈവം പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പ്രവർത്തനത്തിന് വേണ്ടി അവസരം നൽകിയത്. അങ്ങനെ പുത്തൂർ ചെന്ന് പ്രവർത്തിച്ചു. അവിടെയും ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോയ സമയത്താണ് വീണ്ടും വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായത്. വാസ്തവത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ശുശ്രൂഷയിൽ വന്നതിന് ശേഷം ശുശ്രൂഷ തലങ്ങളിൽ നിന്ന്, ശുശ്രൂഷകന്മാരിൽ നിന്ന്, സംഘടനകളിൽ നിന്ന് അങ്ങനെയൊക്കെ എനിക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു.
ലോകത്തിലുള്ള ഒരു ആൾക്കാർ ആര് പോലും എന്നോട് ഇച്ചിപ്പോ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഒരു സ്തോത്രം വിളിച്ച് പോലും എന്നെ കളിയാക്കിയിട്ട് ഇല്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിതാവ്, ഞാൻ എന്താ കടന്നു പോവുകയാണ്, എനിക്ക് വിരോധമായി പ്രതികൂല ഒരു വ്യക്തി പോലും ഒരു വാക്ക് പോലും സംസാരിക്കാൻ ദൈവം അവസരം നൽകുന്നത് പറഞ്ഞ് അടച്ച പ്രാർത്ഥന കടന്നു. അതുകൊണ്ട് സാധാരണ ആൾക്കാരൊക്കെ പറയണ്ട, ഞങ്ങളെ അയ്യോ സ്വോത്രക്കാരാന്ന് വിളിച്ച്, ലേവിയക്കാരെന്ന് വിളിച്ച് ആക്ഷേപിച്ചു, പരിഹസിച്ചു, അടിച്ചുരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ച് കടന്നു പോയപ്പോൾ അതേപോലെ തന്നെ നടക്കുന്ന സുവിശേഷം. പുത്തൂർ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് നടക്കുമ്പോൾ 150ഓളം വരുന്ന RSSകാർ ഞങ്ങളെ ഒന്ന് വളഞ്ഞു, ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നു. ആ വലിയ പ്രശ്നത്തിന് മധ്യ സ്വർഗത്തെയും അത്ഭുതകരമായി ഞങ്ങളെ വിടുവിച്ചു. ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നു. പോലീസ് സ്റ്റേഷനിലൊക്കെ കടന്നു പോകേണ്ട സുവിശേഷം ഉണ്ടായി. എങ്കിലും അവിടെയും ദൈവം തുണയായി എന്ന് പോലീസുകാരോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ഒരു മോശമായ ഒരു വാക്കുപോലും സംസാരിക്കാതെ ഞങ്ങൾക്കെതിരായി പരാതി കൊടുത്തവരെ പോലീസ് സ്റ്റേഷന് പോലും വരാതെ സ്വർഗത്തിലെ ദൈവം കാത്തു. അത്ഭുതമായി അവിടെ പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോൾ വലിയ ഒരു പ്രതിസന്ധി ഞങ്ങൾക്ക് അവിടെ ഉടലെടുത്തു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് മാറേണ്ട ഒരു സുവിശേഷം ഉണ്ടായി. അതുവരെ ഉണ്ടാകാത്ത വലിയ പ്രതിസന്ധി കൂടിയാണ് ഞങ്ങൾ ആ സമയങ്ങളിൽ കടന്നുപോയത്. എന്നാൽ സ്വർഗത്തിലെ ദൈവസനിൽ 20 ദിവസം ഞങ്ങൾ ഉപസിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് പുതിയ ഒരു വീട് ഞങ്ങൾക്ക് തന്നു. അവിടെ ഞങ്ങൾ ആരാധന നടത്തുവാൻ ദൈവം അവസരം നൽകി. ആരാധന ഒന്നും ഇല്ലാത്തൊരു ശേഷമായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ ആരാധന തുടങ്ങുവാൻ ദൈവം അവസരം നൽകി. ആ സഭയിലും ഒത്തിരി പേര് വന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം നൽകി. ഏകദേശം 10 വർഷക്കാലം ഞങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ഒത്തിരി സ്ഥലങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം നൽകി. വിദേശത്തേക്ക് കടന്നു പോകുവാൻ ദൈവം അവസരം നൽകി. അവിടേക്ക് കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയാകുവാൻ ദൈവം അവസരം നൽകി. സൗദിയിലും UAE-യിലും കുവൈറ്റിലൊക്കെ കടന്നു പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. ദൈവം എവിടെയൊക്കെ അയച്ചു അവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനും കർത്താവിന്റെ സാക്ഷ്യം വെളിയിൽ പ്രസ്താവിക്കുവാനും ദൈവം അവസരം നൽകി. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസംഗം കേട്ട ആൾക്കാർക്കൊക്കെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. കാരണം മറ്റുള്ളവർക്ക് വിമർശിക്കാത്ത നിലയിൽ ദൈവം സൃഷ്ടിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകി. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഈ ബൈബിൾ സ്കൂളൊന്നും പോയി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം, ഏകദേശം 6 മാസം മുഴുവൻ രാവും പകലും മുഴുവൻ എന്നുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വചനം വായിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഈ സാധാരണ ആൾക്കാരൊക്കെ പറയാണ്ട് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇന്നതുപോലെ വരണം, അത് വരണം, ഇത് വരണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ സ്നാനപ്പെടുന്നതിന്റെ തലേ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഒരു ദിവസം സൂക്ഷിക്കുമ്പോൾ ഞാൻ ഏകദേശം 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സുള്ളപ്പോൾ ചെയ്ത ചെറുതും വലുതുമായ പാപങ്ങൾ, ബോധപൂർവമായ പാപങ്ങൾ, ഇതെല്ലാം ഒരു ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ദൈവം എന്നെ ഇങ്ങനെ കാണിച്ചു. ഞാൻ പലരോടും സാക്ഷ്യം ചോദിച്ചപ്പോൾ പാസ് ഇന്ന് പറയണം, സാക്ഷ്യം പറയണം, ഈശ്വര സംഘർഷിച്ച് പറയണം, സ്നാനപ്പെടണമെന്ന് പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞ പല ആൾക്കാർ രക്ഷിക്കപ്പെടുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ സ്നാനപ്പെടുന്നതിന് മുമ്പായിട്ട് ദൈവം ഇങ്ങനെ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മുതൽ ഏതാണ്ട് ഞാൻ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ സ്നാനത്തിലേക്ക് കടന്നു പോകുന്നത്. ആ സമയം വരെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ, ബോധപൂർവമായ പാപങ്ങളെല്ലാം ദൈവത്തിന് ഒരു ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചു ഓരോന്നും കാണിക്കുകയാണ്. അപ്പോൾ ഓരോന്ന് കാണിക്കുമ്പോൾ ഞാനിങ്ങനെ പറയണം, നമ്മുടെ ഉത്തര യേശുവിന്റെ രക്തം സർവ്വം പോകെ ശുദ്ധീകരിക്കും. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ശുദ്ധീകരിച്ചു. ഏകദേശം എത്ര സമയം പോയെന്ന് എനിക്കറിയത്തില്ല. അവസാനം ഒരു വെള്ള പേപ്പർ പോലെ എൻ്റെ ഹൃദയമായിട്ട് എന്നെ കാണിച്ചു. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് സ്നാനപ്പെടുവാനിടയായത്. അപ്പോൾ എൻ്റെ ഹൃദയം ഒരു വെള്ള പേപ്പർ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം ഈ സ്നാനപ്പെട്ടതിന് ശേഷം ചെയ്തൊരു കാര്യം, ഏകദേശം രാവും പകലും ഈ ബൈബിൾ മുഴുവൻ 33 പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള മുഴുവൻ വായിക്കുകയാണ്. അപ്പോൾ ഈ 30 പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള മുഴുവൻ ഭാഗങ്ങൾ ഏകദേശം 6 മാസം കൊണ്ട് വായിച്ചു തീർത്തു. അപ്പോൾ ഈ 6 മാസം കൊണ്ട് വായിച്ചത് മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ പതിയുവാനിടയായി തീർന്നു. അപ്പോൾ ഏത് ഭാഗത്ത്, ഏത് പുസ്തകത്തിൻ്റെ ഏത് റെഫറൻസ് എവിടെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഹൃദയസ്ഥമാകുന്ന രീതിയിൽ ദൈവത്തിന് ഞാൻ എനിക്ക് ബോധ്യം തന്നു. പിന്നീടാണ് ബൈബിൾ സ്കൂളിലെ പഠനങ്ങളൊക്കെ നടത്തിയത്. ഏകദേശം 6 ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ ദൈവം അവസരം നൽകി. അതൊക്കെ ശുശ്രൂഷയ്ക്ക് വളരെ പ്രയോജനം ചെയ്തു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ 2018 ഏകദേശം 10 വർഷം അവിടെ ആയപ്പോൾ ദൈവത്തിനാമ ഒരു വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞു. ആരെങ്കിലും പ്രവാചനം പറഞ്ഞിട്ട് മാറുകയല്ല ചെയ്ത്, ആരെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞിട്ട് പറയുകയില്ല. ദൈവം എന്നോട് വ്യക്തമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ വയ്ക്കുമ്പോൾ വ്യക്തമായിട്ട് സംസാരിക്കാറുണ്ട്. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന് സ്ഥാനപ്പെട്ടു കഴിഞ്ഞ ശേഷം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ നാമത്തെ ഘോഷിപ്പാൻ നിന്നെ നിയമിച്ചിരിക്കുക, സകല അനർത്ഥങ്ങളിലും സകല ബുദ്ധിമുട്ടുകളിലും ഞാൻ നിന്നെ വിടുവിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നസ്രായനായ യേശു അരുളിച്ചെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്നോട് സംസാരിച്ച അനുഭവം വ്യക്തമായിട്ട് ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. അതുപോലെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെല്ലാം കടന്നു വന്നപ്പോൾ എന്നെ പിടിച്ചു നിർത്തിയെന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ രക്ഷിക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ അനുഭവിച്ച ആത്മസാന്നിധ്യവും ആത്മശക്തിയുമാണ് ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയുടെ മുതൽ പിടിച്ചു നിൽക്കുവാനിടയെത്തിയിരുന്നത്. പിന്നീട് വലിയ തിക്താനുഭവങ്ങളും അപകടങ്ങളും ഒറ്റപ്പെടലുകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം കടന്നു വന്നപ്പോൾ അവിടെ എല്ലാം പിടിച്ചു നിൽക്കുവാനിടയെത്തിയിരുന്നത് ദൈവശബ്ദമാണ്. ഞാൻ എൻ്റെ നാമത്തെ പുഷിപ്പാൻ നിന്നെ നിയമിച്ചിരിക്കുക, സകല അനർത്ഥങ്ങളിലും സകല ബുദ്ധിമുട്ടുകളിലും ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്നാനപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയം ഒരു വെള്ള പേപ്പർ പോലെയായി മാറി. അപ്പം എൻ്റെ ഹൃദയം മുഴുവൻ ശുദ്ധമായി മാറി. കർത്താവിനെ നമ്മൾ പിന്നെയും സ്വീകരിച്ച് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിശ്വാസി കൊണ്ടുവന്ന പാസ് എന്ന് പറയുന്ന ഒരു വലിയ സാമ്പത്തികമില്ലാത്തൊരു സഭയിലായിരുന്നു. സാമ്പത്തികമായി വളരെ പരാധീനതയുള്ള മനുഷ്യനായിരുന്നു. വളരെ ദാരിദ്ര്യപ്പെട്ട അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം സ്കൂട്ടർ ഉണ്ടെങ്കിലും ആ സ്കൂട്ടർ പെട്രോൾ പോലും അടിക്കാൻ മാർഗമില്ലാതെ സ്കൂട്ടർ ഉന്തിക്കൊണ്ടായിരുന്നു എൻ്റെ അടുക്കൽ. അപ്പൊ അങ്ങനെയുള്ള ഞാൻ കർത്താവിനെ കിടന്നത് എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചപ്പോൾ ദേവദാസന്മാരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാകരുത്. എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണമെങ്കിൽ അനേകര് പട്ടി കിടന്നു, ദാരിദ്ര്യം അനുഭവിച്ചു, കഷ്ടം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ അനുഭവം കൊണ്ടൊന്നും കടന്നു പോകേണ്ടതാകരുത്. സാമ്പത്തിക വിഷയത്തിന്മേൽ ദൈവം എനിക്കൊരു പരിഹാരം നൽകിയാൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ ഞാൻ ദൈവമായിട്ട് ഉൾപ്പെടെ ചെയ്യും. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്രത്രം ക്രിസ്തുവിൽ പൂർണ്ണമായും തീർത്തു തരും എന്ന് ഫിലിപ്പിയർ 4:19 കൂടി ദൈവം എന്നോട് വാഗ്ദത്തം തന്നു. ആ വാഗ്ദത്തം ഇന്നുവരെ നിറവേറിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ കർത്താവിനെ കടന്നപ്പോൾ ദരിദ്രനായിട്ടൊന്നുമല്ല കടന്നു വന്നത്. കാരണം ഞാനൊരു ഫൈനാൻസ് കമ്പനിയുടെ സബ് ഓർഗനൈസർ പ്രവർത്തിക്കുകയാണ്. എൻ്റെ കീഴിൽ 10-30 പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് രൂപ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ആയിരക്കണക്കിന് രൂപ കിട്ടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല, സമാധാനം ഉണ്ടായിരുന്നില്ല, സന്തോഷമായിട്ടൊരു നേരത്തെ ആഹാരം കഴിക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോക്കറ്റ് നിറച്ചെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാത്ത അല്ലെങ്കിൽ മനസ്സില്ലാത്ത അങ്ങനെ സുവിശേഷം. ഇങ്ങനെ ജീവിതം മുൻപോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് 23-ാമത്തെ വയസ്സിൽ ജീവിതം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചൊരവസ്ഥ വിശേഷം. അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിനെ കണ്ടപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിന് വേണ്ടിയിട്ടല്ല കടന്നു പോകുന്നത്. ചില ആൾക്കാർ ജീവിതത്തിന് വലിയ അവസ്ഥകളൊക്കെ പറയാറുണ്ടല്ലോ. കൊട്ടാരത്തെ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 10 ഉണ്ട് മെഷത്ത് ഐതിഹ്യമാലിലെ പറയപ്പെട്ട പന്തിരുകുലത്തിലെ കഥകളുണ്ട്. അപ്പോൾ ഓരോ കുട്ടി ജനിക്കുമ്പോഴും വരരു ചോദിക്കുന്ന ചോദ്യമുണ്ട്, വായുണ്ടോ? അപ്പൊ പറയുന്ന മാതാവ് പറയും വായുണ്ടെന്ന് പറയും. ഉടനെ വരരുചി പറയുന്ന മറുപടി വാക്കിരി ദൈവം ഇരയും കൊടുക്കുന്നതാണ്. ഹിന്ദു വിശ്വാസം അങ്ങനെയാണ്, ഭാഗീരഥയെ വരെ കൊടുക്കുന്നുള്ളൂ. ആ 10 മക്കളും അല്ലെങ്കിൽ 12 മക്കളും വലിയ ഉന്നത കുലജാതന്മാരും വളരെ പ്രശസ്തരും ഒക്കെ ആയി തീർന്നവരാണ്. അപ്പോൾ ദൈവത്തറിയുമ്പോഴാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്തു, നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ കർത്താവിനെ കണ്ടെത്തിയ സംഗതി ഇങ്ങനെ ഒരു ഉദ്ദേശം വേണ്ടില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥയും സമാധാനം എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് കർത്താവിനെ കണ്ടതിനിടയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സാക്ഷ്യാദ്യമായിട്ട് പാടിയ പാട്ട് സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അടുക്കലേക്ക് കടന്നു. കാരണം നമ്മുടെ ഹൃദയ സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ലഭ്യമായ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ ദിവ്യ സമാധാനം ഉണ്ടായി. സകല ബുദ്ധിയെ കഴിയുന്ന ദിവ്യ സമാധാനം ഉണ്ടായെന്നാണ്. യെശയ്യാവ് 38:17 വായിക്കുന്ന സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായി സംഭവിച്ചു എന്നാണ്. അപ്പൊ ജീവിതത്തിൽ ആ കയ്പേറിയ അനുഭവങ്ങളെല്ലാം കടന്നുപോയത് കർത്താവിനെ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന സമാധാനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മുടെ ഉദ്ദേശം കർത്താവിനെ കണ്ടെത്തി കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്രതീക്ഷിതമായ സാഹചര്യം കൂടിയാണ് ദൈവത്തിന്റെ വേലയ്ക്കുള്ള വിളി എനിക്ക് ലഭ്യമായത്. എൻ്റെ അനിയന്റെ കട്ടിൽ ഞാൻ ഒരിക്കലും കാണാത്തൊരു ട്രാക്ട് കണ്ടു.
അബ്രഹാമിനെ ജാതിയുടെ നിന്ന് വിളിച്ച് ദൈവം കൊണ്ടുപോയത്. ദൈവനോട് 3 പ്രാവശ്യം ഇടപെട്ട ഒരു വചനമായിരുന്നു. 108 സങ്കീർത്തനത്തിന്റെ 10-11 വാക്യങ്ങൾ, 57 സങ്കീർത്തനത്തിന്റെ 10-11 വാക്യങ്ങൾ. കർത്താവേ, വംശങ്ങളിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഈ വചനം എന്നോട് നിരന്തരം ഇടപെട്ടപ്പോൾ പിന്നീട് അതോടനുബന്ധമായിട്ട് എത്തി പ്രവാചിമാർ കൂടി എല്ലാം ദൈവത്തിന്റെ ദൂത് എന്നോട് കേട്ട് അങ്ങനെയാണ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഓരോ പ്രശ്നത്തിൽ വരുമ്പോൾ, പ്രതികൂലങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ഫിലിപ്പിയർ 4:19 പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ഇന്ന് വരെ ദൈവം അതിൽ പ്രകാരം നടത്തി. എൻ്റെ കയ്യിലെ പൈസകളെല്ലാം തീർന്ന് ഒരു ദിവസം ഞാൻ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സഹോദരർക്ക് എൻ്റെ കയ്യിൽ 100 രൂപ കൊണ്ടുവച്ച് തന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട. വേറെ പല ആൾക്കാരും പൈസ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട, എൻ്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന്. എന്നാൽ എല്ലാ പൈസയും തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സഹോദരർക്ക് എൻ്റെ പോക്കറ്റിൽ കൊണ്ടിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഒരു സഹോദരി തന്നാണ്. ഞാൻ അവരെ ഒന്നും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു സഹോദരി നിനക്ക് വേണ്ടി തന്ന ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 100 രൂപ സ്വീകരിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടില്ലാതെ നടത്തി. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രതികൂലം കടന്നു വരാം. പക്ഷെ അതിൻ്റെ മധ്യേ ദിവസത്തിൽ പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതകരമായി ഇന്ന് വരെ നടത്തി. ഇന്നും ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ 2 മക്കളുടെയും വിദ്യാഭ്യാസമായിട്ട് ഞങ്ങളുടെ കയ്യിൽ യാതൊരു സേവിങ്സും ഉണ്ടായിരുന്നില്ല. മൂത്തമകന് +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകേണ്ട സമയത്താണ് എനിക്ക് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. 3 മാസം ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ മോനെ പഠിക്കാൻ വിടാൻ യാതൊരു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ബാങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ മോൻ 1 വർഷം കഴിഞ്ഞ് പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ നല്ല ഹൈ മാർക്കോടുകൂടി പാസ്സായതുകൊണ്ട് അവൻ പഠിക്കാൻ പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് അവനൊന്നും. സ്കോളർഷിപ്പിന് വേണ്ടി പോലും ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലാത്ത സുവിശേഷം ഉണ്ടായി. എങ്കിലും വിശ്വാസത്താൽ അവനെ കോളേജിൽ അയച്ചു. ദൈവം അത്ഭുതകരമായിട്ട് ബാങ്ക് ലോൺ ഒരുക്കി. സ്കോളർഷിപ്പ് തരൂല എന്ന് പറഞ്ഞ ആൾക്കാർ അവസാനം വിളിച്ച് സ്കോളർഷിപ്പ് തന്നു. 4 വർഷത്തെ പഠനമാണ് അനുഗ്രഹമായി പൂർത്തീകരിച്ചു. ഇളയ മകനും അതുപോലെ പഠിക്കുവാൻ ദൈവം അവസരം നൽകി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക സാമ്പത്തിക പ്രതിസന്ധി കടന്നു വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് മുട്ടിപ്പായി നിലവിളിക്കേണ്ട സുവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവം മറുപടി നൽകി മാനിച്ചു. ഞങ്ങളുടെ ഇത്രയും വർഷക്കാലത്തെ ജീവനിൽ ഞങ്ങൾക്ക് വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉള്ള സമ്പാദ്യം എന്ന് പറയുന്നത് മക്കളാണ്. അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ ദൈവം അവസരം നൽകി. ഒത്തിരി നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെങ്കിലും അവരെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിൽ പ്രസിദ്ധനാവാൻ ശ്രമിച്ചില്ലെങ്കിലും വിശ്വസ്തനായിരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം. ഞാൻ പലപ്പോഴും നമുക്ക് പ്രസിദ്ധനാവാനൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും ദൈവം തന്ന കൃപയിൽ ഇനിയോളം വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുത്തൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നത്. ഞങ്ങൾ ആ ജില്ലയിലോ അല്ലെങ്കിൽ അവിടുത്തെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ തുടരണമെന്ന് ആഗ്രഹിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ട്രാൻസ്ഫർ വേണ്ടി കൊടുക്കുവാനിടയിൽ ചേർന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യം കൂടി അവിടെ നിന്ന് മാറിപ്പോകേണ്ട സുവിശേഷം ഉണ്ടായി. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇങ്ങോട്ട് ട്രാൻസ്ഫറിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനി ദൈവത്തിൻ്റെ ഹിതമാണ് ട്രാൻസ്ഫർ എങ്കിൽ ദൈവം തന്നെ അതിനെ അയക്കണം, അല്ലെങ്കിൽ അവിടെ തുടരണം. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ വലിയ ഫ്യൂമായ തുക ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, അതൊന്നും വഹിക്കാനുള്ള പ്രാപ്തി സഭയ്ക്കില്ല. എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. അതുകൊണ്ട് കർത്താവ് ആണിത് അയക്കെങ്കിൽ കർത്താവ് ഇതിന് മുഴുവൻ ചെലവ് എടുക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമാണ് ഈ ട്രാൻസ്ഫർ അയച്ചെങ്കിൽ ദൈവം തന്നെ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, പുത്തൂരിൽ നിന്ന് കോതമംഗലത്ത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം വരെ ഏകദേശം 180 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം ഒരു ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഏകദേശം 25,000 രൂപയോളം ചിലവ് വരും. ഞാനൊരു സഹോദരനോട് സംസാരിച്ചപ്പോൾ എനിക്ക് വലിയൊരു സഹോദരൻ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ 6,000 രൂപയ്ക്ക് പെട്രോൾ ഓടിക്കണം, പിന്നെ ഡ്രൈവർക്ക് ഒരു 10,000-3,000 രൂപ ബാറ്റയും കൊടുക്കണം, അപ്പോൾ ഒരു 15,000 രൂപയാവും. ഞാൻ പറഞ്ഞു, ദൈവത്തോട് ഇങ്ങനെയൊന്നും കൊടുക്കാൻ പൈസയില്ല. ദൈവമേ, നീയാണ് ട്രാൻസ്ഫർ എങ്കിൽ നീ തന്നെ അതിൻ്റെ പൈസ മുടക്കണം, വണ്ടി ഒരുക്കണം എന്ന് പറഞ്ഞു. ദൈവങ്ങളെ പറയട്ടെ, ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യം,
ഞങ്ങളുടെ താമസിക്കാൻ ഇവിടുന്ന് ഒരു 25-30 കിലോമീറ്റർ വരെയാണ് കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം. ഈ കുട്ടമ്പുഴയുള്ള മനോജ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കൊട്ടാരക്കരയ്ക്കപ്പുറം ചടയമംഗലത്തുള്ള സ്ഥലത്ത് നിന്ന് ഒരു ലോറി വാങ്ങി. എന്നിട്ട് ആ ലോറി ഇങ്ങോട്ട് കുട്ടമ്പുഴയ്ക്ക് ഓടിച്ചുകൊണ്ട് വരണം. അപ്പൊ ഇവിടെ വരുന്ന വണ്ടി ഫ്രീ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഓടിച്ചുകൊണ്ട് വരുന്ന വണ്ടിയിൽ ഞങ്ങളുടെ സാധനം കയറ്റിക്കൊണ്ട് വരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു വിശ്വാസിയെ സഹോദരൻ, വേറൊരു വിശ്വാസിയെ സഹോദരൻ മുഖാന്തരം അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്താൽ ഒരുക്കിയ ട്രാൻസ്ഫറാണ്. അങ്ങനെ ആ മനോജിന്റെ വണ്ടിയിൽ ഞങ്ങളുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെറും 4000 രൂപ പെട്രോൾ ഡീസൽ അടിച്ച് ചിലവിൽ ഞങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ 2018 ഇവിടേക്ക് ട്രാൻസ്ഫറായി ഇവിടെ കടന്നു വരുവാൻ ദൈവം അവസരമൊരുക്കി. ഇവിടെ ഒരു വലിയ കൂട്ടമൊന്നുമില്ല, ഒരു ചെറിയ കൂട്ടം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥനയാൽ പിന്നെയും ചില കുടുംബങ്ങൾ കടന്നു വരുവാൻ ദൈവം അവസരം നൽകി. ഇവിടെയുള്ള ദൈവമക്കളും വളരെ ആത്മാർത്ഥത്തോടെ ഞങ്ങളെ സ്നേഹിക്കുന്നു, സഹകരിക്കുന്നു. സഭയ്ക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല. ഞങ്ങൾ താമസിക്കും വാടക വീട്ടിലാണ്. വാടക ഹാളിലാണ് ആരാധനയും നടത്തുന്നത്. എങ്കിലും എല്ലാവരുമായി നല്ല സ്നേഹത്തിൽ മുൻപോട്ട് പോകുന്നു. ഇപ്പോഴും എൻ്റെ വിശ്വാസം, ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ചില മാസം മുമ്പ് ഞങ്ങളുടെ സഭയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഞങ്ങളുടെ ഒരു സഭയിലെ ഒരു അമ്മച്ചിയുടെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ സഭയായിട്ട് ഞായറാഴ്ച കടന്നെന്ന് അമ്മച്ചി സാക്ഷ്യം പറഞ്ഞപ്പോൾ സഭയായിട്ട് ഞങ്ങൾ കൈകോർത്ത് കൊടുത്ത് പ്രാർത്ഥിച്ചു. ദൈവമേ, ആ പൈസ എത്രയും കിട്ടണം. അവർ വളരെ കൂലിപ്പണി ചെയ്ത് പൈസയാണ് നഷ്ടപ്പെട്ടു പോരുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് മറുപടി കിട്ടിയില്ല. അപ്പം അമ്മച്ചിക്കും പ്രയാസമായി, പ്രാർത്ഥിച്ചാൽ എനിക്കും പ്രയാസമായി. ഞാൻ അവിടുത്തെ പോയി സാരിയെല്ലാം മസ്സാക്കിയിട്ട് അന്നേരം നിന്ന് പ്രാർത്ഥിച്ചു. പലരുടെയും പ്രാർത്ഥനയിൽ ദൈവം കിട്ടിയ മറുപടികളെല്ലാം ഓർമ്മ വന്ന് ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ദിവസത്തിൽ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നു. ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഗബ്രിയേലെ, മീഖായേലെ, സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ വാഴക്കൊല മോഷണം പോയിട്ട് അത് തിരികെ കൊടുത്തത് ദൂതനാണെങ്കിൽ ഈ അമ്മച്ചിയുടെ പൈസ എവിടെ നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗബ്രിയേൽ, മീഖായേൽ ഇറങ്ങി നേരം വെളുക്കുന്നതിനുമായിട്ട് ഈ പൈസ കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. വിശ്വാസം ഒരു പ്രാർത്ഥനയാണ്. അതിനു മുമ്പ് അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ കടന്നു വന്ന് വീട്ടിൽ വന്ന് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, പാസ്റ്ററെ പൈസ കിട്ടിയെന്ന് പറഞ്ഞു. എങ്ങനെ കിട്ടിയെന്ന് എവിടെ നിന്ന് കിട്ടി ഞാൻ പിന്നെ ചോദിച്ചില്ല. പ്രാർത്ഥിച്ചു, മറുപടി കിട്ടി, അത്രയും മാത്രം. അപ്പം എൻ്റെ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ എനിക്ക് വിശ്വാസം ഉണ്ടായി. പിന്നീട് ഒരു 2-3 ആഴ്ച ഇപ്പോൾ മകൻ്റെ ജോലിസ്ഥലത്ത് ചില പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഈ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം ആ വിഷയത്തിന് വേണ്ടി അത്ഭുതം അപ്പോൾ പ്രാർത്ഥനയുടെ പല കാര്യങ്ങളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷ പല കാര്യങ്ങളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഞങ്ങൾക്ക് നല്ല ഒരു സഭയെ തന്നിട്ടുണ്ട്. എന്നോട് ചേർന്ന് സൃഷ്ടിക്കുവാൻ വേറൊരു ദൈവദാസനുണ്ട്, വേറൊരു സഹോദര സ്കൂൾ പഠനം കഴിഞ്ഞുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സഭയ്ക്ക് സ്വന്തമായ സ്ഥലമില്ല, അതിനുവേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കർത്താവിൻ്റെ ഓരോ താമസമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കും എന്നറിയാം. ഇവിടെ പറയട്ടെ, എൻ്റെ വൈഫ് നല്ല ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസിയാണ്. 2019 ഞങ്ങൾ UAE ഒരു സഭയിൽ കടന്നുപോയി സൂക്ഷിക്കുമ്പോൾ ജനുവരി മാസം 4-ാം തീയതി വൈഫ് പ്രവചിച്ചു, ഇവിടെയുള്ള സഭയെല്ലാം പൂട്ടിപ്പോകാൻ പോവുകയാണ്. ആ പാസ് വിചാരിച്ചു അവരുടെ സഭ പൂട്ടിപ്പോവുകയാണ്. ഞാൻ വിചാരിച്ചു ഈ സഭയെങ്ങാനും പൂട്ടിപ്പോവുകയാണ്, അതാണെന്ന്. എന്തായാലും അവിടെ നിന്ന് പോകുന്നു. 2020 വീണ്ടും ചില പ്രതിസന്ധികളുടെ ദർശനങ്ങളൊക്കെ കാണിച്ചു തന്നു. 20 കൊറോണ ഉണ്ടാകുവാനിടയായി തീർന്നു. കൊറോണ വന്നപ്പോൾ ആ സഭ മാത്രമല്ല, ലോകത്തെ എല്ലാ സഭകളും പൂട്ടിപ്പോയി, എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി. 2 വർഷം ലോക്ക്ഡൗണിൽ കൂടി ലോകം കടന്നുപോയി. പറഞ്ഞ സാറേ, വൈഫ് നല്ലൊരു പൊതുന ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ, ഒത്തിരി ആൾക്കാരോട് ആലോചന പറയാനൊക്കെ ദൈവം അവസരം നൽകുന്നുണ്ട്. വിശേഷാൽ ഈ സൂം മീറ്റിങ്ങിലൊക്കെ കയറി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ആലോചന കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെടുക മാത്രമല്ല, രക്ഷപ്പെടുവാൻ ദൈവം അവസരം നൽകി. പ്രാർത്ഥനയും ആലോചനയും ഉപവാസവും അവർ കൊടുത്ത ബുദ്ധിപദേശങ്ങൾക്ക് മുഖാന്തരം ഏറ്റവും താണാവസ്ഥയിൽ കിടന്ന പലരെയും ജീവിതത്തിലെ വലിയ ഉയരങ്ങളിൽ രാജ്യത്തിലൊക്കെ എത്തിക്കുവാൻ ദൈവം അവസരം നൽകി.
അതൊരു പ്ലസ് പോയിന്റ് ആണ്. എന്നാൽ ഞങ്ങൾ അങ്ങനെയൊന്നുള്ള അവസരം ഇതുവരെ എത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു മൈനസ് പോയിന്റ് കൂടിയാണ്. വളരെ താലന്തുകൾ, വളരെ കഴിവുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ലഭ്യമായ ഒരു അവസരങ്ങൾ ലഭ്യമായില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ നോർമലി സാക്ഷ്യങ്ങളൊക്കെ പറയുന്നേ, പ്രസംഗിക്കുമ്പോഴൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു അവസരങ്ങൾ, വേദികൾ ലഭ്യമാകാതെ പോയി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ ഈ സമൂഹത്തിലെ ഉന്നത കുലജാതരോ അല്ലെങ്കിൽ വലിയ വീരി പ്രവർത്തിച്ച് ചെയ്തിട്ടൊക്കെ വിശ്വാസ കടന്നൊരു ആൾക്കാരെ കൊണ്ടുപോകാനാണെങ്കിൽ, വല്ല ഗുണ്ടാത്തലവനോ ജയിലിൽ പുള്ളിയൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ടൊക്കെ സാക്ഷ്യം പറയിക്കാനും പ്രസംഗിക്കാനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ ആൾക്കാർക്ക് കൊടുക്കും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായ കാര്യമാണ്. അതിൻ്റെതായ തിക്താനുഭവങ്ങളും അവഗണനൊക്കെ ഈ ജാതീയ പശ്ചാത്തലത്തിൽ കടന്നു വന്ന പല ആൾക്കാർക്കുണ്ട്. എന്നെപ്പോലെ സംശിഷ്ടങ്ങളായ വിശ്വകർമ്മ സമുദായത്തിൽ കടന്ന ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്. ഇന്നും ജീവിതത്തിൽ എങ്ങും എത്താതെ, ശുശ്രൂഷയിൽ എങ്ങും എത്താതെ, ഒരു ഉയർച്ചയില്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. കാരണം അവരെയൊന്നും കൈപിടിച്ചുയർത്തുവാൻ, അവസരങ്ങൾ കൊടുക്കുവാൻ ആരും ഇല്ലാതെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കാതിരുന്നത് കൊണ്ടോ സംഭവിച്ച കാര്യങ്ങളാണ്. അതിനാരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സമൂഹം, ഈ ആത്മീയ ഇങ്ങനെയൊക്കെ ആയിപ്പോയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ലഭ്യമായ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. ഇതുവരെയും കർത്താവ് നടത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹോദരവർഗങ്ങളെല്ലാം കർത്താവിനെ അറിഞ്ഞ് ജീവിക്കണം, കർത്താവിനെ കണ്ടെത്തണം, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി ഞങ്ങളെ ഓർത്തും എന്നെ ഓർത്തും ശുശ്രൂഷയെ ഓർത്തും പ്രാർത്ഥിക്കണം. കേട്ട നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഈ പ്രകാരം അവസരമൊരുക്കെത്തുന്ന ഈ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിനുള്ള പ്രിയ ബീനാൻറ്റിക്കും അതിൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസ്ഥനിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന് ഇത്രത്തോളം സമയം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ആരൊക്കെ ഈ സാക്ഷ്യം കേൾക്കുന്നുവോ അവരുടെ ജീവിതത്തിന് ഒരു ആശ്വാസവും വിടുതലും വിശ്വാസം വർദ്ധിക്കുന്നതിനും കാരണമാക്കും. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാറാനാഥ.